PSC കൾച്ചറൽ ഫോറം ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടക ആദരണീയായ ചലച്ചിത്ര പിന്നണി ഗായിക അപർണ രാജീവ്, ആശംസകൾ അറിയിപ്പിച്ച സംവിധായകൻ ജ്യേഷ്ഠ സഹോദരൻ ബാലു കിരിയത്ത്, ബഹുമാനപ്പെട്ട കമ്മീഷൻ അംഗം ശ്രീമതി രമ്യ VR, ശ്രീമതി ഋഷ ടി ഗോപാൽ, ഈ കൾച്ചറൽ ഫോറത്തിൻ്റെ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ PG, സെക്രട്ടറി വിനോദ് PJ, പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയുടെ അംഗങ്ങളെ, ശരിക്കും അവതാരക പറഞ്ഞ ക്രയോൺസ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് നാളെ 10 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. ഒരു ഓഗസ്റ്റ് 19-നാണ് എൻ്റെ ആദ്യ സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തത്. റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് 7 അന്താരാഷ്ട്ര ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരം കൂടി എനിക്ക് ലഭിച്ചു. അതിനോടൊപ്പം തന്നെ ഈ സിനിമ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായത് എൻ്റെ ജന്മദിനം വരുന്നതും ഓഗസ്റ്റ് 19-ആണ്. എങ്ങനെയോ അതെല്ലാം ഒരുമിച്ച് കിട്ടി. ഇന്നും ആ ഒരു ഓർമ്മകൾ പേർന്ന ഒരു ദിവസം നാളെയാണ്. എൻ്റെ സിനിമാ ജീവിതത്തിലെ അവിസ്മരണീയമായിട്ടുള്ള ഒരു ദിവസം നാളെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വേദിയിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ ഈ സദസ്സിലിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിനിമാ സംഘടനകളുണ്ട്, അമ്മ, ഫെഫ്ക, മാക്ട, അവിടെയൊക്കെ പ്രോഗ്രാം നടക്കുമ്പോഴാണ് ഇത്രയധികം മനോഹരമായിട്ടുള്ള ഒരു തിരുവാതിര നടക്കുന്നത്. ഞാനിങ്ങനെ അതിശയിച്ചിരുന്നു പോയി. കാരണം ഏകദേശം 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു തിരുവാതിര നമ്മുടെ ഈ PSCയിലെ ജീവനക്കാർ ഒരുമിച്ച് നിന്ന് കളിച്ചപ്പോൾ അവരുടെ ഒരു ആഹ്ലാദം, പ്രത്യേകിച്ച് തിരുവാതിര കളിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, അത് ശരിക്കും ഡാൻസ് നല്ലവണ്ണം പഠിച്ച് സ്ഥിരമായി പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ തിരുവാതിര നല്ലവണ്ണം കളിക്കാൻ സാധിക്കുകയുള്ളൂ. അവർ ഈ 10 മിനിറ്റും തളരാതെ നല്ല സ്റ്റാമിനയോടുകൂടി ഏകദേശം ഒരു 16-17 പേരുണ്ടെന്ന് തോന്നുന്നു, 18ഓളം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അവരുടെ എല്ലാം മുഖത്ത് നല്ല ചിരിയോടുകൂടി വേദിയിൽ പ്രസന്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു നിമിഷം പോലും കണ്ണുകൾ മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രത്തോളം മനോഹരമായൊരു തിരുവാതിരയായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇങ്ങനെ നല്ലൊരു തിരുവാതിര ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പേയും ഞാനും അപർണയും ബാലുചേട്ടനും മറ്റൊരു ഫംഗ്ഷനിൽ പങ്കെടുത്ത സമയത്തും തിരുവാതിര ഉണ്ടായിരുന്നു. പക്ഷെ ആ തിരുവാതിരയൊന്നും അത്ര പോരാ. PSCയിലെ തിരുവാതിര വളരെ മെച്ചമാണ്, ഭംഗിയുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഓണസന്ദേശങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ കമ്മീഷൻ അംഗങ്ങളും ഉദ്ഘാടകനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ഓണ സന്ദേശത്തിന് പ്രസക്തിയില്ല. കാരണം ഞാൻ പറയാൻ വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം അവരെടുത്തോണ്ട് പോയി. അതുകൊണ്ട് ഓണസന്ദേശം പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഈ PSCയിലെ ഒരംഗം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ നേടി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്ന് തന്നെയാണ്. പ്രദീപ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം. പ്രദീപ് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തു തന്നെ ആയിരുന്നാലും എൻ്റെ അടുത്ത സിനിമയിൽ ഞാനൊരു റോള് പ്രദീപിന് തരും. പ്രദീപ് ഇവിടെ ഉണ്ടോ? അഭിലാഷ് ഇവിടെ ഉണ്ടോ? അഭിലാഷില്ല, അഭിലാഷ് പോയി. അപ്പം അഭിലാഷ് ഉണ്ടായിരുന്നെങ്കിൽ അഭിലാഷിനെ ഞാൻ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഞാൻ പറയുമായിരുന്നു. എന്തു തന്നെയായിരുന്നാലും നേരത്തെ ബാലുചേട്ടൻ പറഞ്ഞതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എൻ്റെ ഒരു ജീവിതത്തിലെ കലാരംഗം എന്ന് പറയുന്നത്. കാരണം അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ
ഡിപ്ലോമ നേടുന്നതിന് നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.